സർ, അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചാരണം എല്ലാം അവസാനിച്ചു. കേരളം ഇതാ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മിക്കയിടങ്ങളിലും പോളിംഗ് പുരോഗമിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് പ്രചാലത്ത് യഥാർത്ഥത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്നതൊരു വലിയ ചോദ്യമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റേതായി പുറത്തു വന്ന ചില നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു, നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊന്നും കൃത്യമായി പാലിക്കാൻ പല പല രാഷ്ട്രീയ പാർട്ടികൾക്കും സാധിച്ചിട്ടില്ല എന്നതാണ്. ചിലയിടങ്ങളിൽ പാരിതോഷികം നൽകുന്ന വളരെ തിരക്കായിരുന്നു നമ്മൾ കണ്ടത്. അത് സമ്മാനമായി സാരിയും പണവും ഒക്കെ നൽകുന്നത് നമ്മൾ കണ്ടു. അതേസമയം മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി പോളിംഗ് ബൂത്തുകളിൽ കർശനമായി നിർദ്ദേശങ്ങൾ നൽകുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്. ഇത് രണ്ടും തമ്മിൽ ഒരു വൈരുദ്ധ്യതയില്ലേ എന്നതാണ് ചോദ്യം. ഒപ്പം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെ ഉപയോഗിച്ചു എന്നതും ഒരു ചോദ്യം. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പെരുമാറ്റ ചട്ടങ്ങള്, തെരഞ്ഞെടുപ്പ് നിയമങ്ങള് വളരെ ശിക്ഷാർഹമായിട്ടുള്ള കർശനമായിട്ടുള്ള ശിക്ഷകളൊക്കെ അതിൽ പറയുന്നുണ്ട്. ഞാൻ അതിന് മുന്നേ ആയിട്ട് ഒരു കാര്യം പറയട്ടെ. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ, അതായത് മെയിൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നമ്മൾ ആദ്യമായിട്ട് അങ്ങനെ ഒരു പൊസിഷൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായത് ആര് വന്നപ്പോഴാണ് അറിയാം. ഇവിടെ ഒരുപാട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്മാർ ഇങ്ങനെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് ആ പദവിയെ കുറിച്ച് മനസ്സിലാക്കിയത്, ആ പദവിയുടെ ആ പ്രശസ്തി മനസ്സിലാക്കിയത്, അതിന്റെ പവർ മനസ്സിലാക്കിയത് അത് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാത്രം വന്നപ്പോഴാണ്. അതാരായിരുന്നു? നമ്മുടെ പാലക്കാട്ടുകാരനായ ശേഷൻ, എൻ ശേഷൻ. അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയപ്പോഴാണ് സത്യത്തിൽ അന്നത്തെ നമ്മുടെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഒക്കെ ഇത്തിരി വെള്ളം കുടിച്ചു. കാരണം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് ഇന്ത്യയുടെ ഭരണഘടനയിൽ ഒരു പ്രത്യേക പദവി തന്നെയുണ്ട്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുന്ന സമയത്ത്. അതിൽ പ്രധാനമന്ത്രിക്കോ അല്ലെങ്കിൽ പ്രസിഡന്റിനോ ഈവൻ ചീഫ് ജസ്റ്റിസിന് വരെ ഇടപെടാൻ പറ്റില്ല. അതിനെക്കാട്ടും കൂടിയ പവർ സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആ ഹെഡിനുണ്ട്. പക്ഷെ അത് എടുത്ത് പ്രയോഗിക്കാനുള്ള ആ എഴുതി വെച്ച ഭരണഘടനയിലുള്ള ആ നിയമം അത് എടുത്ത് ഉപയോഗിക്കാൻ ഒരു ഗട്സ് വേണം. ആരുടെ മുന്നിലാതെ എടുത്ത് പ്രയോഗിക്കേണ്ടത്? പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രസിഡന്റ് അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോർട്ട്. അവരുടെ മുകളിൽ ഇതുമായിട്ട് ഇറങ്ങണമെങ്കിൽ നല്ല ഗട്സ് ഉള്ള ഒരാളായിരിക്കണം. അത് ഇന്ത്യയുടെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരിൽ ഒരാൾ മാത്രമേ ആ ലെവലിലേക്കത് വന്ന് ഇവിടെ, അതായത് അതിനു മുന്നേക്ക് വന്ന കമ്മീഷണർമാരെ നമ്മൾ അറിയില്ല. അവിടെ ഒരു ഒഴുക്കിനുള്ള തെരഞ്ഞെടുപ്പ് ഇങ്ങനെ പോണു. അപ്പൊ ആ കമ്മീഷണർ വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു പൊസിഷൻ ഉണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഇത്രയും ശക്തമായ കാര്യങ്ങളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴും ഈ ശേഷൻ ഒരുപാട് കാര്യങ്ങൾ നടപ്പാക്കാൻ ശ്രമിച്ചു. അതിലുള്ള കാര്യങ്ങൾ അല്ലാതെ ശേഷൻ മനസ്സെന്ന് കൊണ്ടുവരുന്ന നിയമങ്ങളല്ല. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആ കമ്മീഷന്റെ ഉള്ളിലിരിക്കുന്ന നിയമങ്ങൾ എടുത്ത് നടപ്പാക്കാൻ ഒരു ഗട്സ് അത് ശേഷനാണ് ഉണ്ടായത്. ആ നിയമങ്ങൾ വളരെ കർശനമാണ്. ആ നിയമങ്ങൾ എന്തുകൊണ്ട് ഇപ്പോഴും കർശനമായിട്ട് ഇവിടെ നടപ്പാകുന്നില്ല, നടപ്പാകാതെ പോകുന്നു? അതൊരു നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ ഒരു കളിത്തമാശയായി കൊണ്ടു നടക്കുന്നു. അത് കാരണം എന്താണ് ഞാൻ മനസ്സിലാക്കുന്നത്? ഞാൻ ഈ ഇലക്ഷൻ പോട്ടെ, കഴിഞ്ഞ ഇലക്ഷൻ പോട്ടെ, എന്റെ ഓർമ്മ ഒരു 4 ഇലക്ഷന് മുന്നേ കള്ള വോട്ട് ചെയ്യുന്നവരെ കയ്യോടെ പിടിച്ചത് നമ്മൾ കണ്ടതാണ് ടിവിയിലൊക്കെ. കാരണം ഇത് ടി വി ലൈവ് ഉള്ള കാരണമാണ് നമ്മളിത് കണ്ടത്. അപ്പൊ CCTV ഒരു വോട്ട് ചെയ്ത് പോയവൻ വീണ്ടും വോട്ട് ചെയ്യാൻ വന്നത് CCTV കൂടെ അവനെ പിന്നീട് പിടിക്കുന്നു, അറസ്റ്റ് ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ ഈ കള്ള വോട്ട് ചെയ്തവന് കൊടുക്കുന്ന ശിക്ഷ, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ജേർണലിൽ പറയുന്ന ശിക്ഷ അവന് കിട്ടിയോ, അവന് കൊടുത്തോ? ഇതാണ് ഇവിടുത്തെ ചോദ്യം. ആ തെരഞ്ഞെടുപ്പ് നിയമങ്ങളിൽ കർശനമായിട്ട് പറയുന്ന ശിക്ഷ ഇവിടെ നടപ്പാക്കുന്നുണ്ടോ?
അത് എന്തുകൊണ്ട് നടപ്പാക്കുന്നില്ല? അത് കാരണമല്ലേ ഇവിടെ പൈസ കൊടുക്കാനും സാരി കൊടുക്കാനും ഈ മൊബൈൽ കൈപിടിച്ച് പോളിംഗ് ബൂത്തിന്റെ ഉള്ളിൽ പോകാനും ഇപ്പോഴും ധൈര്യം കാണിക്കുന്നത്? ഇത് കർശനമാണെങ്കിൽ ഇതൊന്നും ധൈര്യപൂർവ്വം അവിടെ പറയണം. ഇപ്പോഴും ഞാൻ കണ്ടതാണ്, വോട്ട് ചെയ്യാൻ വരുന്നവര് ബുർഗ ഇട്ട സ്ത്രീകള്, ബുർഗ ഇട്ടിട്ട് അതിന്റെ ഉള്ളിൽ വരിക. ഈ വ്യക്തി ആരാണെന്ന് ഈ അവിടെ ഇരിക്കുന്ന പോളിംഗ് ഓഫീസർക്ക് അറിയോ? ഈ ID കാർഡ് വാങ്ങി വെക്കൂ, അല്ലാതെ വേറെ വല്ലതും ചെയ്യോ? അത് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നുണ്ടോ? ഇപ്പോ ഗൾഫ് രാജ്യങ്ങളില്, ഇന്ത്യയിലേക്ക് ഉണ്ടോന്ന് അറിയില്ല, ഇന്ത്യയിലെ ഒരു എയർപോർട്ടിലും ഞാനത് കണ്ടിട്ടില്ല. ഗൾഫ് രാജ്യങ്ങളിൽ ഇപ്പൊ സൗദി ആയാലും UAE ആയാലും എവിടെ ആയാലും ഈ ബുർഗ ഇട്ട് ചെന്ന് കഴിഞ്ഞാൽ പാസ്പോർട്ട് കൊടുത്താൽ അവർ പിടിച്ച് റൂമിൽ കൊണ്ടുപോകും. എന്നിട്ട് ഇതൊക്കെ അഴിപ്പിക്കും. ലേഡി ഓഫീസർമാരെ ചെയ്യുക. എന്നിട്ട് ആളെ തന്നെ ഐഡന്റിഫൈ ചെയ്തിട്ട് തന്നെയാണ് അവ പാസ്പോർട്ടിൽ സീല് പതിച്ചു തരുള്ളൂ. നമ്മുടെ നാട്ടില് ഇതൊക്കെ ഇളവാണ്. അതെന്താ കാരണം? മതം, വിശ്വാസം. എന്ത് വിശ്വാസം? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ബുർഗ ഇട്ട് വോട്ട് ചെയ്യാൻ വരുന്നതും, ഈ മൊബൈല് പിടിച്ച് വോട്ട് ചെയ്യാൻ വരുന്നതും, ഈ കള്ള വോട്ട് ചെയ്യാൻ വരുന്നതും, ഈ സ്ഥാനാർത്ഥികൾ പൈസ കൊടുക്കുന്നതും സാരി കൊടുക്കുന്നതും ഒക്കെ തെറ്റാണ്. ഇതൊക്കെ ഇതില് ശിക്ഷാർഹമാണ്. എന്തിനു പറയുന്നു? ഇത് ശേഷം പറഞ്ഞു വെച്ച ഒരു നിയമമാണ്, അത് ഇതിലില്ലാത്തതാണ്. അത് ശരിക്കും വേണം. ഇവിടെ പ്രചരണം ചെയ്യുന്നത് ഈ തരത്തിൽ പാടില്ല. ഈ പ്രചരണ രീതിയെ മാറ്റണം. അമേരിക്കയിലൊക്കെ ഉള്ള ആ സിസ്റ്റം ഇവിടേക്ക് കൊണ്ടുവരണം. അതായത് ഈ പ്രധാന ചാനലുകളെ വേണമെങ്കിൽ വാടകയ്ക്ക് എടുക്കാം ഇലക്ഷൻ കമ്മീഷന്, അല്ലെങ്കിൽ സർക്കാരിന്റെ ചാനൽ, ഇപ്പൊ ദൂരദർശൻ, അതിൽ കൂടെ മാത്രം സമയം കൊടുക്കുക. ആരൊക്കെ മത്സരിക്കുന്ന വെച്ചെങ്കിൽ അവർക്ക് നിശ്ചിത സമയം കൊടുത്ത് ആ സമയത്ത് 5 മിനിറ്റോ 10 മിനിറ്റോ ആ ചാനലിൽ കൂടെ വന്ന് അവൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അവന് പറയാം. ഈ ഒരു പ്രചരണമല്ലാതെ വീടുകളിൽ അവന് സ്വന്തമായി കയറി ഇറങ്ങി വോട്ട് ചോദിക്കാം. അല്ലാതെ എവിടെയെങ്കിലും ചുമരെഴുത്ത്, ഈ വാൾ പോസ്റ്റ് അടിച്ച്, പോസ്റ്റർ പതിച്ച്, പ്രകൃതി അവിടെയൊക്കെ ദുരന്തം വിതയ്ക്കണ തരത്തില് മലിനീകരണം നടത്തുന്നതിനൊക്കെ ശിക്ഷ വേണം. അത് ചെയ്യുന്നവരെ ഡിസ്ക്വാളിഫൈ അപ്പം ചെയ്തോളണം. കാശ് കൊടുക്കുന്നു കണ്ട അവനെ ആ സ്പോട്ടിൽ വെച്ചിട്ട് അവന്റെ നാമനിർദ്ദേശത്തെ ഒഴിവാക്കണം. അതേമാതിരി തന്നെ ഈ സ്ഥാനാർത്ഥിയായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാൻ വരുമ്പോ ആ മണ്ഡലത്തിന്റെ ഒരു 10 ചോദ്യം അവനോട് ഒറ്റയ്ക്ക് ആ പ്രധാന ഓഫീസർ ചോദിക്കണം. ആ ചോദ്യം എത്ര ജനസംഖ്യ, എത്ര വോട്ടേഴ്സ്, അതിൽ വനിത, അങ്ങനെ ഒരു 10 ചോദ്യം ചോദിക്കുമ്പോൾ 6 ചോദ്യത്തിന് കറക്റ്റ് ഉത്തരം പറഞ്ഞാലേ അവൻ ക്വാളിഫൈഡ് ആവുള്ളൂ എന്ന് തീരുമാനിക്കണം. അങ്ങനെ കർശനമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്. അപ്പോഴേ ഇവിടെ ക്വാളിറ്റി സ്ഥാനാർത്ഥികളെ നമുക്ക് ജനങ്ങൾക്ക് സർവീസ് ചെയ്യാനായിട്ട് നമ്മുടെ മുന്നിൽ വരുള്ളൂ. അല്ലെങ്കിൽ അൺക്വാളിഫൈഡ്, കള്ളത്തരം പറയുന്ന, അല്ലെങ്കിൽ എഡ്യൂക്കേഷനിൽ കള്ളം പറയുന്ന സ്ഥാനാർത്ഥികൾ വീണ്ടും നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ എന്താ കുഴപ്പം? ഇവന്മാര് കസേരയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ജനങ്ങളെ സർവീസ് ചെയ്യില്ല, അവർ സ്വയം സർവീസേ ചെയ്യുള്ളൂ. അതാണ് കുഴപ്പം. അപ്പോ ഇവിടെ നല്ല സ്ഥാനാർത്ഥികളെ വരണമെങ്കിൽ ഈ ചിന്താഗതികളിൽ നിന്ന് മാറി നല്ല ചിന്താഗതി ഉണ്ടാവണം. അപ്പൊ ആ നല്ല ചിന്താഗതിയുള്ള ആൾക്കാരെ നമുക്ക് കിട്ടണമെങ്കിൽ ഇത്തരത്തിലുള്ള എല്ലാതരം തെരഞ്ഞെടുപ്പ് നിയമങ്ങളും കർശനമായിട്ട് ഇവിടെ പാലിക്കുന്നുണ്ടാവണം. അത് ലംഘിക്കുന്നവർക്ക് കർശനമായ ശിക്ഷയും കൊടുത്താലേ ഇവിടെ നല്ല സ്ഥാനാർത്ഥികളും നല്ല ഭരണകർത്താക്കളും നമ്മുടെ മുന്നിലേക്ക് എത്തുകയുള്ളൂ എന്ന് പൊതുജനം മനസ്സിലാക്കുക. ഇതിനെന്തെങ്കിലും ഒരു പബ്ലിക് വോട്ടോ എന്തോ വന്നാൽ എല്ലാവരും പ്രതികരിക്കണം. ഇവിടെ നമുക്ക് സത്യസന്ധനായ നല്ലവനായ സ്ഥാനാർത്ഥിയെയാണ് നമുക്ക് വേണ്ടത്. എന്തായാലും ഈ രീതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരൽപ്പം സ്ട്രിക്റ്റ് അല്ലാതെ പോയോ എന്നൊരു ചോദ്യമാണ്. കാരണം വലിയ ആരോപണങ്ങളാണ് പല സ്ഥാനാർത്ഥികളും ചെയ്തത് എന്ന രീതിയിൽ ഉന്നയിക്കപ്പെട്ടത്. ചിലയിടങ്ങളിൽ വോട്ടർമാർക്ക് പാരിതോഷികം നൽകി, ചിലയിടങ്ങളിൽ പണം നൽകി, അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതൊക്കെ യാഥാർത്ഥ്യമാണോ അല്ലയോ എന്നത് പോലും അന്വേഷിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നിട്ട് നിന്നില്ല എന്നതൊരു ആക്ഷേപമായി തുടരുന്നുണ്ട്. ഈ രീതിയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഈ തിരഞ്ഞെടുപ്പിൽ അപാകതകൾ ഉണ്ടായോ എന്നതൊരു ചോദ്യമാണ്. വ്യക്തമാണ്. താങ്ക് യു ജയശുപ്രസാദ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.